സാലറീഡ് വ്യക്തികൾ, ബിസിനസ് മാന്, പ്രൊഫഷണൽസ് എപ്പോഴും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അവർ ചെയ്യുന്ന സർവീസിൻ്റെ പേയ്മെൻറ്റ് ബാങ്കിലേക്ക് ഫുള്ളായിട്ട് ക്രെഡിറ്റ് ആവുന്നില്ലെന്ന്. സർട്ടൻ എമൗണ്ട് TDS ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. സോ എന്താണ് TDS, എപ്പോഴാണ് TDS ആപ്ലിക്കബിൾ ആകുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പെഷ്യലി 25-26 ഫിനാൻഷ്യൽ ഇയറിലെ TDS ആപ്ലിക്കബിലിറ്റിയെ പറ്റി, TDS റേറ്റ്സിനെ പറ്റി. സോ വെൽക്കം ബാക്ക് ടു ടാക്സ് ടെയിൽസ് ബൈ SES. സോ ഈ വീഡിയോ എന്നത് ഒരു TDS സീരീസ് ആണ്. സോ ഇതൊരു ജസ്റ്റ് ടാക്സ് ടോക്ക് മാത്രമല്ല, ഇതൊരു ഫൈനാൻഷ്യൽ ടൂൾ കിറ്റ് ആണ് ഫോർ എ സീരീസ് ഓഫ് സ്റ്റഡി. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് TDS? TDS സ്റ്റാൻഡ്സ് ഫോർ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതായത് ഗവൺമെൻറ്റിന് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് TDS എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻകം ടാക്സ് അഡ്വാൻസ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഒരു മാർഗമാണ് TDS. സോ എന്തുകൊണ്ട് TDS കളക്ട് ചെയ്യുന്നു? ഒന്നാമതായിട്ട് ടാക്സ് ഇവേഷൻ, അതായത് ടാക്സ് വെട്ടിക്കാതിരിക്കാനായിട്ട് ഇൻകം കിട്ടുമ്പോൾ തന്നെ, അല്ല ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് TDS എന്ന് പറയുന്നത്. പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടാക്സ് ഇവേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ 25-26 അനേകം അമെൻമെൻറ്റ്സുകളാണ് കൊണ്ടുവന്നിരിക്കുന്ന ഓരോ സെക്ഷനുകളിലും. ഫസ്റ്റ് നമുക്ക് സെക്ഷൻ 192 TDS ഓൺ സാലറി. സോ സാലറി എന്നൊരു കാര്യം വരുന്നത് ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് സാലറി എന്നൊരു കാര്യം വരുന്നത്. സോ എന്താണ് സാലറി കേസിലെ ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത്? ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ റെജിമെയാണ്. ദാറ്റ് ഈസ് ഓൾഡ് ഓർ ന്യൂ റെജിമെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ന്യൂ റെജിമെ ഓപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഫിനാൻഷ്യൽ ഇയറിലെങ്കിൽ ആ വ്യക്തിക്ക് 12,75,000 വരെ ഇൻക്ലൂഡിങ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരികയാണെങ്കിൽ TDS ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. TDS റേറ്റ് ഓൺ ഇൻ കേസ് ഓഫ് സാലറി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്ലാബ് റേറ്റ് ആണ് വരുന്നത്. സോ എപ്പോഴാണ് TDS ഓൺ സാലറി കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറെ അനുബന്ധിച്ച് നോക്കുമ്പോൾ വലിയൊരു ചേഞ്ചസ് ഒന്നും ഈ സെക്ഷനിൽ കൊണ്ടുവന്നിട്ടില്ല. വ്യത്യാസം എന്ന് പറയുന്നത് ന്യൂ റെജിമയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് വന്നിരിക്കുന്ന സ്ലാബിൽ വന്നിരിക്കുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഈ സെക്ഷനിൽ എംപ്ലോയർ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, എംപ്ലോയി ഓപ്റ്റ് ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാണെന്ന്, റെജിമി ഏതാണെന്ന് എപ്പോഴും ശ്രദ്ധിച്ചു വേണം TDS ഡിഡക്റ്റ് ചെയ്യാനായിട്ട്. സെക്ഷൻ 192A പ്രിമച്വർ വിഡ്രോവൽ ഓഫ് EPF. അതായത് നിങ്ങളൊരു എംപ്ലോയി ആയിരിക്കെ കണ്ടിന്യൂസ് 5 ഇയേഴ്സിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ PF ഫണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കബിൾ ആകുന്ന സെക്ഷനാണ് സെക്ഷൻ 192A. അതിന് ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. അതിൻ്റെ TDS റേറ്റ് എന്ന് പറയുന്നത് 10%. ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴാണ്. നിങ്ങളുടെ പേയ്മെൻറ്റ് 50,000 അല്ലെങ്കിൽ നിങ്ങളുടെ വിഡ്രോവൽ 50,000 കൊണ്ട് മുകളിലോട്ട് വരികയാണെങ്കിൽ മാത്രമേ ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. സെക്ഷൻ 193 TDS ഓൺ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. അതായത് ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്ന ഈ സെക്ഷൻ്റെ 20,000 ആണ്. കഴിഞ്ഞ വർഷത്തേക്കാളും 10,000 കൂടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 10,000 ആണെങ്കിൽ ഈ വർഷം ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. TDS റേറ്റ് എന്ന് പറയുന്നത് 10%. ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഇസ് ഏർലിയർ എന്ന് പറയുന്നത്. ഈ സെക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്മോൾ ഇൻവെസ്റ്റേഴ്സിനാണ് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്. സെക്ഷൻ 194 ഡിവിഡൻഡ് ഇൻകം. ഒരു ഡൊമസ്റ്റിക് കമ്പനി റെസിഡൻറ്റിന് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ആപ്ലിക്കബിൾ ആവുന്ന സെക്ഷനാണ് സെക്ഷൻ 194 എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് 10,000 മുകളിലേക്ക് വരുമ്പോഴാണ് TDS ഡിഡക്റ്റ് ചെയ്യുന്നത് ഓൺ ഡിവിഡൻഡ് ഇൻകം. അതായത് ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 10,000 ആയിരുന്നു. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 5,000 ആണെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ 10,000 ആണ് ത്രെഷോൾഡ് ലിമിറ്റ്. 10% ആണ് TDS റേറ്റ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത്. അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് ആണ് ടൈം ഓഫ് ഡിഡക്ഷൻ ഓഫ് TDS എന്ന് പറയുന്നത്. സെക്ഷൻ 194A ഇൻട്രസ്റ്റ് അതർ ദാൻ സെക്യൂരിറ്റീസ്. അതായത് സെക്യൂരിറ്റീസ് അല്ലാതെ വെറ്റ് വരുന്ന ഇൻട്രസ്റ്റ് ഇൻകത്തിന് ആപ്ലിക്കബിൾ ആവുന്ന സെക്ഷനാണ് സെക്ഷൻ 194A എന്ന് പറയുന്നത്. അതായത് FD ഇൻട്രസ്റ്റുകളാകാം അതിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് അതർ ദാൻ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 സീനിയർ സിറ്റിസൻ്റെ കേസ് ആണെങ്കിൽ 1 lakh ത്രെഷോൾഡ് ലിമിറ്റ്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിനേക്കാളും അതർ ദാൻ സീനിയർ സിറ്റിസൻ്റെ കേസിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 40,000 സീനിയർ സിറ്റിസൻ്റെ കേസിൽ കഴിഞ്ഞ വർഷം 50,000 ആയിരുന്നു ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറഞ്ഞത്.
ഇതിൻ്റെ ടി ഡി എസ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന ആക്ച്വൽ പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഇസ് എർലിയർ ആണ് ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 194B വിന്നിംഗ് ഫ്രം ലോട്ടറീസ് ആൻഡ് പസിൽസ്. നിങ്ങൾക്കൊരു ലോട്ടറി അടിക്കുമ്പോൾ ആപ്ലിക്കബിൾ ആകുന്ന സെക്ഷനാണ് 194B എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 10,000 പെർ ട്രാൻസാക്ഷൻ ആണ്. അതായത് കഴിഞ്ഞ വർഷം ആഗ്രിഗേറ്റ് 10,000 ആണെങ്കിൽ ഈ വർഷം അതിനൊരു മാറ്റം വന്നു പെർ ട്രാൻസാക്ഷൻ 10,000 വരികയാണെങ്കിൽ മാത്രമേ ഈ ടി ഡി എസ് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് 5,000 വെച്ചിട്ട് 2 ലോട്ടറി അടിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എമൗണ്ട് 10,000 ആയി. അപ്പോൾ നിങ്ങൾക്ക് ടി ഡി എസ് ആപ്ലിക്കബിൾ ആകും. പക്ഷേ ഈ വർഷം അങ്ങനെ 2 തവണ 5,000 ആയിട്ട് ലോട്ടറി അടിച്ചെങ്കിലും ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആവില്ല. ഒരു തവണ ആയിട്ട് 10,000 അടിച്ചാൽ മാത്രമേ ഈ സെക്ഷൻ ടി ഡി സെക്ഷൻ ആപ്ലിക്കബിൾ ആയിട്ട് വരത്തുള്ളൂ. ഇത് 30% ആണ് ടി ഡി എസ് റേറ്റ് എന്ന് പറയുന്നത്. ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഇസ് എർലിയർ ആണ്. സെക്ഷൻ 194BA വിന്നിംഗ് ഫ്രം ഓൺലൈൻ ഗെയിംസ്. അതായത് ഇതിന് പ്രത്യേകിച്ച് ത്രഷോൾഡ് ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾ ഒരു ഓൺലൈൻ ഗെയിം കളിച്ച്, ഫോർ എക്സാമ്പിൾ My11 സർക്കിളോ Dream 11 മറ്റോ കളിച്ച് നിങ്ങൾക്കൊരു വിന്നിങ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിന്നിങ്സിന് ഡയറക്റ്റ്ലി 30% ടി ഡി എസ് പിടിച്ചിട്ട് നിങ്ങൾക്ക് ബാലൻസ് എമൗണ്ടേ കിട്ടത്തുള്ളൂ. ഇതിന് ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഇസ് എർലിയർ ആണ് ടൈം ഓഫ് ഡിഡക്ഷൻ ഓഫ് ടി ഡി എസ് എന്ന് പറയുന്നത്. സെക്ഷൻ 194BB വിന്നിംഗ് ഫ്രം ഹോഴ്സ് റേസസ്. അതായത് ഇതിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 10,000 പെർ ട്രാൻസാക്ഷൻ ആണ്. അതായത് സെക്ഷൻ 194B ആപ്ലിക്കബിൾ ആവുന്ന പോലെ തന്നെയാണ് പെർ ട്രാൻസാക്ഷൻ ആണ് ടി ഡി എസ് ത്രഷോൾഡ് ലിമിറ്റ് ആപ്ലിക്കബിൾ ആവുന്നത്. ഇതിൻ്റെ ടി ഡി എസ് റേറ്റ് എന്ന് പറയുന്നത് 30% ആണ് ടി ഡി എസ് റേറ്റ്. അത് ടി ഡി എസ് ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഇസ് എർലിയർ ആണ്. സോ ഇതിന് ഇനിയും പല സെക്ഷൻസുകളുണ്ട്. ഇതിൻ്റെ ഒരു അടുത്ത സെക്ഷന് നമുക്കൊരു വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഫോർ more tax related videos, please do follow Tax Tales by SES. Thank you.